പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് തേങ്ങയാണ് ആവശ്യം. അത് നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. 1 കപ്പ് ചിരവിയ തേങ്ങ നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു തേങ്ങയൊന്ന് ചെറുതായിട്ടൊന്ന് അരഞ്ഞു വരണം. ഒരുപാട് അരച്ചെടുക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പൊ ഈ ഒരു രീതിക്ക് വേണം നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുള്ളവര് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുമ്പോൾ അതിലെ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ മറക്കാണ്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി നമുക്ക് ഈ ഒരു തേങ്ങേന്റെ കൂടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. അത് 1 കപ്പ്, നമ്മൾ ഏത് കപ്പിലാണോ തേങ്ങ എടുത്തത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ തേങ്ങയിൽ ഓൾറെഡി കുറച്ചൊന്ന് വെള്ളം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം നോക്കിയിട്ട് കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പൊ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യണേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ കുറച്ച് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നീടും കുറച്ച് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും കാണാത്തവരാണെങ്കിൽ മറക്കാണ്ട് അതൊന്ന് പോയി കണ്ടു നോക്കണേ. ഇതുപോലെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ നമുക്ക് ഒരുപാട് വെള്ളം ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഈ ഒരു മാവ് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നമ്മൾ കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത മാവിനെ നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കിയ ശേഷം നമുക്കൊരു പാത്രം വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. ഒരുപാട് നേരം വെക്കണം എന്നൊന്നുമില്ല, നമുക്കിതിപ്പോ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതുപോലെ ഒരു വാഴയിലയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് ആയാലും മതി. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ആയാലും മതി. അതിലേക്ക് കുറച്ചൊന്ന് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ നമുക്ക് ഒരു ബോള് എടുക്കാം. അപ്പൊ ഞാനിവിടെ ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചൊരു സൈസ് കൂടി വലിയ സൈസിൽ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു രീതിക്ക് നമ്മൾ ഇതൊന്ന് പരത്തി കൊടുക്കാം. കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പരത്തിയാൽ മതി, ഒരുപാട് വലുതാക്കി പരത്തണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു ഷേപ്പിൽ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു രീതിക്ക് ഈ ഒരു വട്ടം വന്നാൽ മതി. അപ്പൊ ഈ ഒരു രീതിക്ക് നമ്മൾ പരത്തി എടുത്ത ശേഷം അതിന്റെ ആ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. കാണുമ്പോൾ ഒരു ഭംഗി വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ കുറച്ചൊരു തിക്നെസ്സിൽ വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു വട്ടത്തിൽ മതി നമ്മുടെ ഈ ഒരു മാവൊന്ന് പരത്താൻ വേണ്ടിയിട്ട്. ഇനി ഇത് ജസ്റ്റ് ഇതുപോലെ കയ്യിലൊന്ന് വെച്ച് കൊടുത്താൽ കറക്റ്റ് ആയിട്ട് അത് ഇളകി വന്നോളും. ഇനി ഓയിൽ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിലേക്ക് ഞാൻ ഇത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇത് ഇങ്ങനെ പരത്ത് തന്നെ നമുക്ക് ചുട്ടെടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. അപ്പൊ ഇതിങ്ങനെ ഇടുമ്പോ തന്നെ ഒന്നിങ്ങനെ പൊന്തി വരും. അപ്പൊ അത് കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ടാൽ മതി. അപ്പൊ അതായത് പൊന്തി വന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോ തന്നെ അതൊന്ന് പൊന്തി വരും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഇതിന്റെ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക.
അപ്പൊ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് മലബാർ സൈഡിലൊക്കെ പത്തൽ എന്നാണ് പറയുക. നെയ്പത്തല് പത്തല് എന്നൊക്കെ പറയും. അപ്പൊ ഇത് ഉണ്ടാക്കി വെച്ച് കഴിക്കണേക്കാട്ടിലും ഈ ചൂടോട് കൂടി തന്നെ കഴിക്കാനാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഓരോ പത്തലും ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് നല്ല ചിക്കൻ കറിന്റെ കൂടെയോ ചിക്കൻ ഗ്രേവിന്റെ കൂടെ അതുപോലെ തന്നെ ബീഫ് വരട്ടിയതിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ള ഒരു കോംബോ ആണ് ഈ പത്തൽ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടാവുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഓയിൽ ആദ്യം നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു പത്തലിടുന്ന സമയത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ നമുക്ക് ഓരോ പത്തലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരാം. താങ്ക്